വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർക്ക് യേശു നൽകിയ ഒരു ഉപദേശമാണ് യോഹന്നാൻ 8:31-32 വാക്യങ്ങൾ. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. വീണ്ടും 36 വാക്യത്തിൽ പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. അവർ വചനത്തിൽ കൂടി സത്യം അറിയും. സത്യം നമ്മെ സ്വതന്ത്രന്മാരാക്കും. വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വചനപ്രകാരം ജീവിക്കുക എന്ന അർത്ഥം. വചനപ്രകാരം ജീവിക്കണമെങ്കിൽ വചനം എന്തെന്ന് അറിയണം. അതിന് ദിനംതോറും ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, വചനം നൽകുന്ന ആലോചനകളെ അനുസരിക്കണം. ദൈവവചനത്തിൽ കൂടി തനിക്ക് ലഭിച്ച വിശ്വാസമാണ് ജോർജ് മുള്ളറെ ഒരു വിശ്വാസവീരനാക്കിയത്. മുള്ളർ തൻ്റെ ജീവിതകാലത്ത് ഉദ്ദേശം 200 പ്രാവശ്യം തിരുവചനം ആദിയോടന്തം വായിച്ച് ധ്യാനിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിക്കുന്നു. ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നാം എത്ര പ്രാവശ്യം തിരുവചനം ആദിയോടന്തം വായിച്ചിട്ടുണ്ട്? തിരുവചനത്തിൽ നിലനിൽക്കുന്നവർക്കാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കർത്താവ് നൽകുന്ന ചില ചിന്തകൾ പങ്കുവെക്കാം. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. യോഹന്നാൻ 8:34. ന്യായപ്രമാണം പാലിക്കുന്നതിൽ കൂടി ഒരാൾ പാപിയല്ലാതായിത്തീരും എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നത്, ന്യായപ്രമാണം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകില്ല. ന്യായപ്രമാണം പാപത്തെക്കുറിച്ച് ബോധമുണ്ടാക്കും. എബ്രായർ 10:3. രക്ഷിക്കപ്പെട്ടവർ ന്യായപ്രമാണം അനുസരിക്കണം എന്നും അവർ പരിച്ഛേദന ഏൽക്കണം എന്നും യഹൂദൻ വാദിച്ചിരുന്നു. എന്നാൽ പൗലോസ് അതിനെ എതിർത്തുകൊണ്ട് പറയുന്നത്, പരിച്ഛേദന എന്ന ആചാര അനുഷ്ഠാനത്തിൽ കൂടി ന്യായപ്രമാണത്തിന് അടിമകളായി തീരുകയല്ലാതെ ആത്മീയ സ്വാതന്ത്ര്യം ലഭിക്കില്ല എന്ന്. പാപം നമ്മളുടെ അവയവങ്ങളിൽ വസിക്കുവോളം നാം സ്വതന്ത്രന്മാരല്ല, പിന്നെയോ പാപത്തിന് ദാസനാണ്. പാപ അടിമത്തത്തിൽ നമ്മെ വിടുവിക്കുന്നതിന് ന്യായപ്രമാണത്തിനോ ആചാര അനുഷ്ഠാനങ്ങൾക്കോ സാധിക്കില്ല. പാപമോചനത്തിനായി മനുഷ്യൻ പല വഴികളും തേടുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ കൂടിയും ദാനധർമ്മങ്ങൾ നൽകുന്നതിൽ കൂടിയും സ്നാനമേൽക്കുന്നതിൽ കൂടിയും ഒക്കെ പാപം മോചിക്കപ്പെടുന്നു എന്ന പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഈ വിധത്തിൽ ഉള്ള ഒരു പ്രവൃത്തി കൊണ്ടും പാപ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കില്ല. അതായത് പാപം നമ്മിൽ വസിക്കുന്നിടത്തോളം നാം പാപത്തിൻ്റെ അടിമ തന്നെയാണ്. നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യം ലഭിക്കില്ല. പിന്നെ പാപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കും? യോഹന്നാൻ 8:36 പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് പാപമോചനം ലഭിക്കൂ. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർ 2:8-9 വാക്യങ്ങളിൽ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതായത് നമ്മളുടെ വിശ്വാസം മൂലം ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ് രക്ഷ. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും രക്ഷ ലഭിക്കില്ല. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ പ്രവൃത്തികളൊന്നും വേണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കും. പ്രവൃത്തികൾ വേണ്ട എന്നല്ല, പിന്നെയോ ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം കൂടാതെയുള്ള ഒരു പ്രവൃത്തി കൊണ്ടും, അതായത് മതാനുഷ്ഠാനങ്ങളിൽ കൂടിയും ന്യായപ്രമാണ പാലനത്തിൽ കൂടിയും സ്നാനത്തിൽ കൂടിയും ഉപവാസത്തിൽ കൂടിയും ഒന്നും രക്ഷ ലഭിക്കില്ല. ഈ വിധ പ്രവൃത്തികളിൽ കൂടി സ്വർഗത്തിൽ സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവർ ഉണ്ട്. ഇവ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പിന്നെയോ സ്വർഗരാജ്യം അനുഭവമാക്കുന്നതിന് യേശുക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം.
ഗലാത്യർ 5:1 പറയുന്നത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതായത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്, അതായത് അടിമത്തത്തിൽ നിന്ന് ജീവൻ്റെ പ്രമാണത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നടത്തുന്നത് യേശുക്രിസ്തു മാത്രമാണ്. 1 പത്രോസ് 1:18 പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയൊരു രക്തം കൊണ്ടത്രേ. പാപ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനാണ് ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ഒഴുക്കിയത്. ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഏവർക്കും ഈ രക്തത്താൽ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയും. യേശുവിൻ്റെ രക്തം സകല പാപത്തിൽ നമ്മെ വിടുവിക്കുന്നു. കർത്താവേ, നിന്നിലുള്ള പൂർണ്ണ വിശ്വാസത്താൽ കൃപയാൽ ദാനമായി നൽകുന്ന രക്ഷ അനുഭവിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. യേശുവിനു മഹത്വം.